പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് അറിയാൻ വയ്യ. കാരണമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് പലരും ഒന്ന് കരയോച്ചിലൂടെ കരച്ചില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ സത്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ടാണോ ഇത്? പലരും ഇങ്ങനെ പറയുക, ഞാനായിട്ട് മമ്മൂട്ടിക്ക് തകർത്തുകൊണ്ടിരിക്കുക, ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പലരും പറയുന്നത്. എടാ, സത്യം എനിക്ക് വിളിച്ച് പറയണ്ടേ? എനിക്കിത് വിങ്ങുകയാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ബഫൂക്കയെ പറ്റി എനിക്ക് പറയാനേ വയ്യ. പലരും പറയുന്ന മരണമാഫിന് താഴെ ബഫൂക്ക എങ്ങനായി മാറും എന്നാണ് ചോദിക്കുന്നത്. ഒരു നിസ്സാര കാര്യം ഞാൻ പറയാം. ഇന്ന് മരണമാഫ് വിറ്റേക്കുന്ന ടിക്കറ്റിൻ്റെ എണ്ണം 41,710 ടിക്കറ്റാണ്. ബഫൂക്ക വിറ്റേക്കുന്ന ടിക്കറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 33,230 ടിക്കറ്റാണ്. ഏകദേശം 10,000 ടിക്കറ്റിൻ്റെ വ്യത്യാസം. എന്നിട്ട് ചോദിച്ചേക്കുന്നത് എങ്ങനെ താഴെ പോയി എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് എവിടെങ്കിലുമൊക്കെ പോയി ഏതെങ്കിലുമൊക്കെ പേജ് കണ്ട് ഇത്ര കോടിയായി, 100 കോടി അടിച്ചു, 50 കോടി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില പൊട്ടന്മാരുണ്ട്, അങ്ങ് വിശ്വസിച്ച് നമുക്കെതിരെ അങ്ങ് തിരിഞ്ഞോളുക. എന്ത് പറയാനാന്ന് പറയണേ. ഏതായാലും നമുക്ക് ഉള്ള സത്യം എൻ്റെ നെഞ്ചത്ത് കിടന്ന് വിങ്ങുകയാണ്. ഉള്ള സത്യം ഞാൻ തുറന്നു പറയാൻ പോവുകയാണ്. ആരൊക്കെ എന്നെ ചീത്ത വിളിച്ചു. ഞാനിത് കേൾക്കുമ്പോഴേ, ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കേൾക്കുമ്പം എനിക്ക് തോന്നുന്നത് ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസമാണ് ദാഫ എന്ന് ചോദിക്കുന്നത്. നാടുപിടിക്കാറ്റിലെ ആ രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ഈ ബഫൂക്കയെ പറ്റി പറയും, മരണവാഫിനെ പറ്റി പറയും, ആലപ്പി ജിങ്കാനെ പറ്റി പറയുമ്പോൾ കരച്ചിലോടെ കരച്ചില്ല. അത് പിന്നെ തെറിയായിട്ട് വരും. തെറി എനിക്കൊരു പ്രശ്നമല്ല, പറയുന്നതാണ്. വീട്ടിൽ നമ്മൾ എന്താണ് പ്രയോഗിക്കുന്നതെന്നോ അതാണ് എല്ലായിടത്തും. ഇപ്പം നമുക്കൊരു ചീത്ത വർത്തമാനം ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് വഴങ്ങത്തില്ല. അപ്പം നമ്മുടെ വീട്ടിൽ ശീലിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പുറമേ കാണിക്കാൻ പറ്റും. അതാണ് കമൻറ്റിലൂടെയൊക്കെ പലരും പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ സത്യങ്ങൾ തുറന്നു പറയാം. എൻ്റെ ഉള്ളങ്ങ് വിങ്ങുക. നമുക്ക് ആ സത്യങ്ങൾ തുറന്നു പറയാം. ആദ്യമേ തന്നെ ബഫൂക്ക ആയിക്കോട്ടെ. കാരണം ഈ ചീത്ത വിളിക്കാൻ തയ്യാറായിരിക്കുന്നവർ അല്പം കൂടെ ഒന്ന് ഊർജ്ജഫലമാക്കാൻ ഇത് നന്നായി ഇരിക്കും എന്ന് തോന്നും. ബഫൂക്കയെ സംബന്ധിച്ച് ഇന്നലത്തെ അപേക്ഷിച്ച് അല്പം കൂടിയിട്ടുണ്ട്. ട്രാക്കിംഗ് കളർ ഗ്രോഫ് നോക്കുമ്പോൾ ഇന്നലെ 1.5 1.15 വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ 1,75,00,000 ഞാൻ പറഞ്ഞത് 2 കോടിക്ക് മുകളിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും എത്തിയില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രതീക്ഷകൾക്ക്, നമ്മൾ പറയുന്ന പ്രവചനങ്ങൾക്കനുസരിച്ചതിൻ്റെ ബഫൂക്ക നീങ്ങുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇന്നലെ 1.75 കിട്ടിയുള്ളൂ. 1,75,00,000 രൂപ. ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ച ചിത്രം 4ാമത്തെ ദിവസം കിട്ടിയാണ് 1,75,00,000 രൂപ. അത് നമ്മൾ പറയുന്നതാണ് കുറ്റം. പക്ഷേ ഇന്ന് 2 കോടിക്ക് അടുത്തുള്ള തുക നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 4 ദിവസം കൊണ്ട് ഏകദേശം 12 കോടി രൂപയ്ക്കടുത്ത് ബഫൂക്ക കേരളത്തിൽ നിന്ന് നേടും എന്നാണ് സന്തോഷകരമായ വാർത്ത. ഇത് കേട്ട് സന്തോഷിക്കട്ടെ. 5ാമത്തെ ദിവസം 12 കോടി രൂപ ബഫൂക്ക മലയാളത്തിൽ നിന്ന് മാത്രമായി നേടുന്നു. അപ്പം വേൾഡ് വൈഡായിട്ട് എത്ര നേടുന്നു അത് കൃത്യമായിട്ട് കണക്കുകൾ അവർ പുറത്തു വിടുന്നില്ല. ഒരുപക്ഷെ കളക്ഷൻ കുറവായതുകൊണ്ടാകാം. എന്നാലും നമ്മളുടെ ഒരു നിഗമനം അനുസരിച്ച് 5 ദിവസം കൊണ്ട് ഏകദേശം 22 കോടിക്കടുത്തെങ്കിലും, 20 കോടിക്ക് മുകളിൽ ഉള്ള തുക പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ചിലവരൊക്കെ 25 പറയുന്നുണ്ട്. 25 എത്തുമോ എത്തിയോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ടിക്കറ്റിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ്. അപ്പം നമുക്കും കൂട്ടി വേണമെങ്കിൽ 30 50 ഒക്കെ പറയാം. പക്ഷെ അത് കിട്ടുകയും കൂടെ വേണ്ട അതിൻ്റെ. അതുകൊണ്ടാണ് 20 കോടിക്ക് മുകളിലുള്ള ഒരു തുകയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 5 ദിവസം കൊണ്ട് 20 കോടിക്ക് മുകളിൽ ഉള്ളത്. ചിലപ്പോൾ 21 22 കോടിയിലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട്. അപ്പം ബഫൂക്കയെ പറ്റി ഇത്രയും വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ആധികാരികമായി കണക്കാണ്. അതുപോലെ ഇന്ന് വിറ്റ ടിക്കറ്റ് എന്ന് പറയുന്നത് കേവലം 33,230 ടിക്കറ്റേ വിറ്റിട്ടുള്ളൂ. പിന്നെ പലരും ചോദിക്കുന്നത് കേട്ടു, മരണമാഫിനെ
താഴെയാണ് ബഫൂക്ക എന്ന് പറയാനുള്ളൊരു കാരണം മരണമാഫ് വിറ്റേക്കുന്ന ടിക്കറ്റ് 47,710 ടിക്കറ്റാണ്. അതുപോലെ ഷോയുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 1000 ഷോയോളം അടുത്ത് ബഫൂക്ക കളിക്കുന്നുണ്ട്. ആദ്യ ദഫായിരിക്കും, ഇപ്പോൾ എത്രയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും 800 ചില്ലാനമൊക്കെ മരണമാഫിനെക്കാട്ടിലും കൂടുതലാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പം ഷോയുടെ എണ്ണം കുറവാണ് മരണമാഫിന്, പക്ഷേ ബഫൂക്കയ്ക്ക് ഷോയുടെ എണ്ണം കൂടുതലാണ്. പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാർ കളിക്കുന്നതാണ്, ഷോയുടെ എണ്ണം കൗണ്ട് കൂടും, തിയേറ്ററിൻ്റെ എണ്ണം കൂടും, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനിടയിൽ മരണമാഫിന് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു എന്നുള്ള. ഇനിയും അത് വിട്ടുകളാം, അത് വിട്ടേകളാം. ഇവരെ ഞാൻ പറഞ്ഞില്ലേ, അവരെ വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരും എൻ്റെ സബ്സ്ക്രൈബർമാരോ ഒക്കെയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് എന്നെ ചീത്ത വിളിക്കുന്നത്. അവരെ ഞാൻ വിഷമിപ്പിക്കാനേ ഉദ്ദേശിക്കുന്നില്ല. ഇനി അടുത്തത്, ഈ കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യമൊക്കെ ഭയങ്കര സംശയമായിരുന്നു, ഞാൻ പറയുമ്പോൾ ഭയങ്കര സംശയമായിരുന്നു. കാരണം ബഫൂക്കയാണ് മുന്നിൽ, ആലപ്പുഴ ജിംഖാന അല്ല എന്ന് പലരും ചീത്ത വിളിച്ചുകൊണ്ട് പറയായിരുന്നു. ഇപ്പോൾ ഏകദേശം അവർ ആ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ആലപ്പി ജിംഖാന എന്ന് പറയുന്നത് ഇന്നലത്തെ പോലെ തന്നെ തകർപ്പൻ കളക്ഷനിലാണ് നീങ്ങുന്നത്. കാരണം ഇന്നലത്തെക്കാൾ ട്രാക്കിങ്ങിൽ 2,87,00,000 രൂപയാണ് ട്രാക്കിങ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ 4 കോടിക്ക് മുകളിലുള്ള തുക ഇന്ന് പ്രതീക്ഷിക്കാം എന്നാണ്. ഇന്നലെ 3.5 കോടിയായിരുന്നു കിട്ടി, ഇന്ന് 4 കോടിക്ക് അടുത്തുള്ള തുക പ്രതീക്ഷിക്കാം. 5 ദിവസം കൊണ്ട് 16 കോടി എന്ന് പറയുന്ന ലെവലിലെത്തും. ബഫൂക്കയ്ക്ക് 12 കോടിയേ ഉള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്പം 16 കോടി ലെവലിലേക്ക് എത്തും ഇന്നുകൊണ്ട്. അതുപോലെ വേൾഡ് വൈഡായിട്ട് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന തുകയെന്ന് പറയുന്നത്, അത് കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നിട്ടില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക 25 കോടിക്ക് മുകളിലുള്ളൊരു തുകയായിരിക്കും. അപ്പം ആലപ്പുഴ ജിംഖാന 25 കോടി കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചട്ടാണ്, അത് സത്യവുമാണ്. അപ്പോൾ 25 കോടിക്ക് മുകളിലുള്ള തുകയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇപ്പോഴും ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ 4,230 ടിക്കറ്റ് വെച്ചാണ് മണിക്കൂർ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നമ്മൾ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഇച്ചിരി കുറഞ്ഞ് കാണാം. ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് അല്പം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ 4,230 ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. പക്ഷേ ബഫൂക്കയും മരണമാഫും ഇപ്പം ടിക്കറ്റ് വിൽപ്പന നിർത്തിവെച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് അവസ്ഥ. ഇതൊക്കെ പറയുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തു നിൽക്കുന്നത് അല്ലേ? എനിക്ക് അന്നേരം ഓർമ്മ വരുന്നത് ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ സുഖം എന്ന് പറയുന്നവരാണ്. ഏതായാലും മരണമാഫിലേക്ക് നമുക്ക് കിടക്കാം. മരണമാഫി ഇന്ന് 1,50,00,000 രൂപയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക. അങ്ങനെയെങ്കിൽ ഇന്ന് കൊണ്ട് ഏകദേശം 7 കോടിക്ക് മുകളിലുള്ള തുക മരണമാഫ് നേടും എന്നുള്ളതാണ്. 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് 10 കോടിക്ക് മുകളിൽ ഒരു 11 കോടിക്കടുത്ത് എങ്കിലും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മരണമാഫിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ചിത്രങ്ങളെ അപേക്ഷിച്ച് വളരെ ബഡ്ജറ്റ് കുറഞ്ഞ ചിത്രമാണ്. ബേസിൽ ജോസഫ് ആണ് അഭിനയിക്കുന്നത്. ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള നടനാണ്. അതുപോലെ തന്നെ പടിപടിയായിട്ട് ബാക്കി 2 ചിത്രങ്ങൾ, ഇപ്പം ആലപ്പുഴ ജിംഖാനയാണെങ്കിലും ബഫൂക്കയാണെങ്കിലും പരമാവധി കളക്ഷൻ ഈ 5 ദിവസം കൊണ്ട് അവർ അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ മരണമാഫിനെ സംബന്ധിച്ച് കൂടുതൽ ആൾക്കാർ കാണാനുണ്ട്. ഈ ചിത്രം കേട്ട് ഈ ചിത്രം പെയ്യെ ഹിറ്റാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ചില ചിത്രങ്ങളുണ്ട് ഈ വൻ ചിത്രങ്ങളുടെ ഇടയ്ക്ക് കിടന്ന് തെള്ളി അവസാനം അവർ പുറത്തിയാടും. ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു മരണമാഫിൻ്റെ ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ പോയി കാണുക എന്ന് പറയുന്നത് ബഫൂക്കയെ പോയി, മമ്മൂട്ടിയുടെ ചിത്രമാണെങ്കിൽ അതേ പോയി കാണത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ ജിംഖാന കണ്ടവരാണ് കൂടുതൽ. പക്ഷേ ഞാൻ മരണമാഫ് കണ്ടത്. അപ്പം കൂടുതൽ ആൾക്കാർ മരണമാഫ് കാണാനുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ടിക്കറ്റിൻ്റെ ലെവലങ്ങ് കൂടാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 3-4 ദിവസത്തെ അപേക്ഷിച്ച് 47,710 ടിക്കറ്റ് ഇന്ന് വിറ്റു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നാളും ഇല്ലാത്ത കളക്ഷൻ ഇന്ന് ഉണ്ടാകും. ഏകദേശം 2 കോടിക്കടുത്തുള്ള കളക്ഷൻ ഇന്നുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് പറഞ്ഞത് മരണമാഫ് 2ാം സ്ഥാനത്തിലേക്ക് ഉയരുന്നുവെന്ന്. അല്ലാതെ കളക്ഷൻ്റെ കാര്യത്തിൽ കളക്ഷൻ്റെ മമ്മൂട്ടിയുടെ ചിത്രത്തിന് 20 കോടിക്ക് മുകളിലുണ്ട്.
മരണമാഫ് എന്ന് പറയുന്ന ചിത്രം 10 കോടിക്ക് മുകളിലേ ഉള്ളൂ. അപ്പം 10-12 കോടി വ്യത്യാസമുണ്ട്. പക്ഷേ ലോങ് റണ്ണിങ്ങിൽ മമ്മൂട്ടി ചിത്രത്തെ തോൽപ്പിക്കേണ്ട സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഇനി ഈ അവധി ദിവസം ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ബസൂക്ക നാളെ വർക്കിംഗ് ഡേയിൽ എന്തുമാത്രം ശോഭിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷേ മരണമാഫ് ഒരു ലെവലിൽ സ്റ്റഡി കളക്ഷനിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ ജിങ്കാനയ്ക്കും ചിലപ്പം വർക്കിംഗ് ഡേ കളക്ഷൻ കുറവായിരിക്കും. ഇതൊക്കെ നമുക്ക് നാളെ നോക്കി കാണേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് ഇന്ന് വന്ന് എന്നെ ചീത്ത വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്നെ ചീത്ത വിളിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വിഷമം നിങ്ങൾ എന്നെ ചീത്ത വിളിച്ച് തീർക്കൂ, അല്ലാതെ എന്താ പറയണ്ടേ ഞാൻ. അപ്പം പുതിയൊരു വീഡിയോ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താൻ 2 പടത്തിൻ്റെയും കൂടെ ആയിരുന്നു. എമ്പുരാൻ്റെയും ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെയും ഉണ്ട്. പക്ഷേ ഇത് നീണ്ട വീഡിയോ ആയിപ്പം അതുകൊണ്ട് നിർത്തുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.